പ്രിയരെ, വചനത്തിലൂടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ പഴയ നിയമം നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് വന്നിരിക്കുന്നതെന്ന്. അതെ പ്രിയരെ, പഴയ നിയമം പൂർത്തീകരിച്ചതാണ് പുതിയ നിയമം എന്ന് നമുക്കറിയാമല്ലോ. അതിനാൽ പ്രിയരെ, പുതിയ നിയമത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവുമാണ് നൽകുന്നത്. നമ്മളെ പരിജ്ഞാനത്തിൽ നടത്തുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് അതിലൂടെ ചെറിയ ബാലശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും അതൊക്കെ നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതെല്ലാം വചനമാണ് നമുക്ക് നൽകുന്നത്. എന്നാലും ചിലർ ജനങ്ങളെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും വചനങ്ങൾ നൽകുന്നു. പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മൾ വചനം വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ ജീവിക്കാൻ നിങ്ങൾ തുനിയണം. കർത്താവ് വന്ന് സകലതും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിനി ആ വെളിച്ചത്തിലാണ് നടക്കേണ്ടത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായി തീർന്നുവെന്നാണ്. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ പരിജ്ഞാനത്തിലല്ല നടക്കുന്നതെന്നാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു ദൗത്യത്തിൽ ജീവിക്കേണ്ടി വരും. പറഞ്ഞു കൊടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം: ഇഫ് യു ആർ നോട്ട് giving them the right word, it is a crime that you are doing. Stay blessed.